എല്ലാവർക്കും സ്നേഹവന്ദനം. പുരാതന ഗ്രീക്ക് കാലഘട്ടത്തിലാണ് ഇന്നത്തെ പ്രധാന കായിക മത്സരങ്ങളിൽ ഒന്നായ ഒളിമ്പിക് ഗെയിം ആരംഭിക്കുന്നത്. 1904 മുതലാണ് ഒളിമ്പിക്സിലെ 3ാം സ്ഥാനക്കാർക്ക് വെങ്കല മെഡൽ സമ്മാനിച്ചു തുടങ്ങിയത്. ലോക ചരിത്രത്തിലെ സാമ്രാജ്യങ്ങളുടെ പട്ടികയിൽ ബാബിലോൺ, മേദ്യ പേർഷ്യ എന്നീ സാമ്രാജ്യങ്ങൾക്ക് ശേഷം വെങ്കല സ്ഥാനത്തേക്ക് കടന്നു വന്നത് ഗ്രീക്ക് സാമ്രാജ്യമാണ്. ചരിത്രത്തിലെ 3ാം സ്ഥാനക്കാരായ ഗ്രീക്ക് സാമ്രാജ്യത്തെക്കുറിച്ചും മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ചും ബൈബിൾ വെളിപ്പെടുത്തിയ ചില പ്രവചനങ്ങളും ചരിത്രത്തിൽ അത് പൂർത്തീകരിച്ചതുമായ സംഭവങ്ങളാണ് ഇന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ഭാവി അറിയാൻ നിഷ്പക്ഷമായി സമീപിക്കാവുന്ന ഒരേ ഒരു ഗ്രന്ഥം ബൈബിളാണ്. ബൈബിളിലെ പ്രവചന പുസ്തകമായ ദാനിയേലിൻ്റെ പുസ്തകത്തിലാണ് ലോകത്തിൻ്റെ ഭാവി രഹസ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാബിലോൺ രാജാവായ നെബുക്കദ്നേസറിന് വിശേഷതയുള്ള ഒരു ബിംബത്തിൻ്റെ രൂപം സ്വപ്നത്തിൽ നൽകിക്കൊണ്ട് അതിൻ്റെ സ്വർണ്ണത്തല ബാബിലോൺ സാമ്രാജ്യമാണെന്നും വെള്ളി കൊണ്ടുള്ള നെഞ്ചും കൈകളും മേദോ പേർഷ്യൻ സാമ്രാജ്യമാണെന്നും വെളിപ്പെടുത്തി. ശേഷം ചരിത്രത്തിൽ ഉത്ഭവിക്കാൻ പോകുന്ന 3ാം സാമ്രാജ്യത്തെക്കുറിച്ച് സർവ്വഭൂമിയിലും വാഴുവാനിരിക്കുന്നതായി താമ്രം കൊണ്ടുള്ള 3ാമതൊരു രാജ്യത്വവും ഉത്ഭവിക്കും എന്നും രേഖപ്പെടുത്തി. ഗ്രീക്ക് സാമ്രാജ്യത്തിന് വെങ്കലം കൊണ്ടുള്ള പ്രതീകം ബൈബിൾ നൽകിയപ്പോൾ അലക്സാണ്ടറുടെ സൈന്യത്തിൻ്റെ വിശേഷപ്പെട്ട പ്രതീകം വെങ്കലം കൊണ്ട് നിർമ്മിച്ച പടച്ചട്ടയും ഹെൽമറ്റുമായിരുന്നു. ഗ്രീസിലെ കൊരിന്തിലായിരുന്നു ഈ വെങ്കല ഹെൽമറ്റുകൾ നിർമ്മിച്ചിരുന്നത്. ശില്പങ്ങളും കരകൗശല വസ്തുക്കളും നിർമ്മിക്കാൻ ഗ്രീക്കുകാർക്ക് പ്രിയപ്പെട്ട ലോഹമായിരുന്നു വെങ്കലം. ആധുനിക ലോകം കണ്ണാടി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഗ്രീക്കുകാർ ഉപയോഗിച്ചത് വെങ്കലം മിനുക്കിയെടുത്ത പ്രതലമായിരുന്നു. ദാനിയേൽ പ്രവചനത്തിലെ 7ഉം 8ഉം അധ്യായങ്ങളിലാണ് ഗ്രീക്ക് സാമ്രാജ്യത്തെക്കുറിച്ചും അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ചുമുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകൾ ബൈബിൾ നൽകുന്നത്. മൃഗങ്ങളുടെ രൂപങ്ങൾ പ്രതീകാത്മകമായി ഉപയോഗിച്ചുകൊണ്ടാണ് ഭാവികാല രഹസ്യം ദൈവം ദാനിയേലിന് വെളിപ്പെടുത്തിയത്. മേദോ പേർഷ്യൻ സാമ്രാജ്യത്തെ സൂചിപ്പിക്കാൻ പ്രതീകാത്മകമായി ഒരു കരടിയെ ഉപയോഗിച്ചപ്പോൾ ഗ്രീക്ക് സാമ്രാജ്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശ്യമായ മറ്റൊന്നിനെ കണ്ടു. അതിൻ്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു. അതിന് ആധിപത്യം ലഭിച്ചു എന്ന് രേഖപ്പെടുത്തി. ജീവജാലങ്ങളിൽ വേഗതയ്ക്ക് പേരുകേട്ട ഒരു ജീവിയാണ് പുള്ളിപ്പുലി. പതിയിരുന്ന് മിന്നൽ വേഗത്തിൽ ചാടി വീണ് ആക്രമിക്കുന്നതാണ് അതിൻ്റെ രീതി. ഇത് ഗ്രീക്ക് സാമ്രാജ്യവുമായി ബന്ധപ്പെടുത്തുമ്പോഴാണ് ഒരു മഹാസാമ്രാജ്യത്തിൻ്റെ വേഗതയും ശക്തിയും ചരിത്രവും എത്ര ലളിതമായ വാക്കുകളിലൂടെയാണ് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന അത്ഭുതം കാണാൻ സാധിക്കുക. ഒരു പുള്ളിപ്പുലിയുടെ വേഗതയിലാണ് അലക്സാണ്ടർ പേർഷ്യൻ സാമ്രാജ്യം കീഴ്പ്പെടുത്തിയത്. അലക്സാണ്ടറുടെ വേഗതയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ആ പുള്ളിപ്പുലിയുടെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാബിലോൺ സാമ്രാജ്യത്തെ സൂചിപ്പിക്കുന്ന സിംഹത്തിന് 2 ചിറകുകൾ നൽകിയപ്പോൾ ഗ്രീക്ക് സാമ്രാജ്യത്തെ സൂചിപ്പിക്കുന്ന പുള്ളിപ്പുലിക്ക് 4 ചിറകുകൾ നൽകിയതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ ഉദ്ദേശം നെബുക്കദ്നേസർ കീഴടക്കിയതിനേക്കാൾ വേഗത്തിൽ കൂടുതൽ രാജ്യങ്ങൾ അലക്സാണ്ടർ കീഴടക്കും എന്നതാണ്. വെറും 13 വർഷം കൊണ്ടാണ് ഏഷ്യ മൈനർ, സിറിയ, ഈജിപ്ത് തുടങ്ങി ഗ്രീസ് മുതൽ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ വരെയുള്ള വലിയൊരു സാമ്രാജ്യം അലക്സാണ്ടർ പിടിച്ചെടുത്തത്. ലോകചരിത്രത്തിൽ സംഭവിക്കാൻ പോകുന്ന ഈ മഹാസംഭവം വിശദമാക്കാൻ മറ്റൊരു ദർശനം കൂടി ദാനിയേൽ പ്രവാചകന് ദൈവം നൽകി. നദീതീരത്ത് നിൽക്കുന്ന 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ. അതിൻ്റെ ഒരു കൊമ്പ് ഒന്നിനേക്കാൾ നീണ്ടതും ഒടുക്കം മുളച്ചു വന്നതും ആയിരുന്നു. അത് പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിച്ച് വമ്പ് കാട്ടിപ്പോന്നു. അപ്പോൾ വിശേഷമായ ഒരു കൊമ്പുള്ള ഒരു കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ പാഞ്ഞു ചെന്ന് ഉഗ്രക്രോധത്തോടെ ഇടിച്ച് ആട്ടുകൊറ്റൻ്റെ 2 കൊമ്പുകളും തകർത്ത് കളഞ്ഞു. ഇതായിരുന്നു ദർശനം. എന്താണ് ഈ ആട്ടുകൊറ്റനും കൊമ്പുകളും സൂചിപ്പിക്കുന്നതെന്ന് ബൈബിൾ തന്നെ 20ാം വാക്യത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2 കൊമ്പുള്ളതായി നീ കണ്ട ആട്ടുകൊറ്റൻ പാർസ്യ രാജാക്കന്മാരെ കുറിക്കുന്നു. മേദ്യ പേർഷ്യ രാജാക്കന്മാരെയാണ്
ആട്ടുകൊറ്റന്റെ 2 കൊമ്പുകൾ സൂചിപ്പിക്കുന്നത്. ഒടുവിൽ മുളച്ചു വന്നതും മറ്റേ കൊമ്പിനേക്കാൾ നീളമുള്ളതായി കണ്ടതിന്റെയും ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിക്കുന്നത് കണ്ടതിന്റെയും രഹസ്യം മേദ്യരേക്കാൾ പിന്നീട് വന്ന പേർഷ്യക്കാർ ശക്തി പ്രാപിക്കുന്നതും അവർ ബാബിലോൺ, ഈജിപ്ത്, ലിദിയ തുടങ്ങിയ രാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നതിനെയുമാണ് വെളിപ്പെടുത്തുന്നത്. ആട്ടുകൊറ്റന്റെ മുമ്പിൽ ആർക്കും നിൽക്കാൻ കഴിയാത്ത വിധം അതിന്റെ ഇഷ്ടം പോലെ വമ്പ് കാട്ടിയപ്പോൾ ഒരു കോലാട്ടുകൊറ്റൻ അതിനെ ഇടിച്ച് 2 കൊമ്പും തകർത്ത് കളഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ രഹസ്യം ഒറ്റക്കൊമ്പ് അലക്സാണ്ടർ ചക്രവർത്തിയെയും 2 കൊമ്പ് മേദ്യ പേർഷ്യ സാമ്രാജ്യത്തെയുമാണ് വെളിപ്പെടുത്തുന്നത്. ആർക്കും തോൽപ്പിക്കാനാവാത്ത വിധം പേർഷ്യൻ സാമ്രാജ്യം ശക്തിപ്പെടുകയും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അധികാരം ദുർവിനിയോഗം ചെയ്യാനും തുടങ്ങിയപ്പോഴാണ് മാസിഡോണിയയിലെ ഫിലിപ്പ് രാജാവ് പേർഷ്യക്കാർക്കെതിരെ പ്രതികരിക്കാൻ ആരംഭിച്ചത്. അതിനായി അദ്ദേഹം മികച്ച ഒരു സൈന്യത്തെ തന്നെ പരിശീലിപ്പിച്ചെടുത്തു. എന്നാൽ പേർഷ്യക്കെതിരെ പൊരുതാനുള്ള ഒരുക്കങ്ങൾ നടക്കവെയാണ് അപ്രതീക്ഷിതമായി ഫിലിപ്പ് രാജാവ് കൊല്ലപ്പെടുന്നത്. അതോടെ രാജ്യത്തിൻ്റെയും സൈന്യത്തിൻ്റെയും ചുമതല മകനായ അലക്സാണ്ടർ ചക്രവർത്തിയിലേക്കെത്തി. തൻ്റെ പിതാവിൻ്റെ ദൗത്യം പൂർത്തീകരിക്കാനായി പേർഷ്യൻ സാമ്രാജ്യത്തോട് ഏറ്റുമുട്ടിയ അലക്സാണ്ടർ അതിൽ വിജയം നേടി. അതോടെ ലോകം കീഴടക്കുക എന്ന ആഗ്രഹം ഉടലെടുക്കുകയും ഏറെ രാജ്യങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ചരിത്രത്തിലെ ഈ സംഭവമാണ് ഒരു കൊമ്പുള്ള കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ വന്ന് ആട്ടുകൊറ്റന്റെ 2 കൊമ്പും തകർത്ത് കളഞ്ഞതായുള്ള ദർശനത്തിലൂടെ ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. എന്നാൽ ഏറ്റവും അത്ഭുതകരമായ പ്രവചനം അലക്സാണ്ടർ ചക്രവർത്തിക്ക് ശേഷം ചരിത്രത്തിൽ എന്ത് സംഭവിക്കും എന്ന ബൈബിൾ പ്രവചനമാണ്. അത് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോലാട്ടുകൊറ്റൻ ഏറ്റവും വലുതായി തീർന്നു. എന്നാൽ അത് ബലപ്പെട്ടപ്പോൾ വലിയ കൊമ്പ് തകർന്നുപോയി. അതിനു പകരം ആകാശത്തിലെ 4 കാറ്റിന് നേരെ ഭംഗിയുള്ള 4 കൊമ്പ് മുളച്ചു വന്നു. 20ാമത്തെ വയസ്സിൽ സൈന്യാധിപനായി സ്ഥാനമേറ്റ അലക്സാണ്ടർ ചക്രവർത്തിയുടെ യുദ്ധതന്ത്രം പ്രശസ്തമാണ്. തങ്ങളെക്കാൾ ശക്തിയും അംഗബലവുമുള്ള സൈന്യത്തെ മിന്നലാക്രമണത്തിലൂടെ കീഴ്പ്പെടുത്തുന്നതായിരുന്നു അലക്സാണ്ടറുടെ രീതി. തൻ്റെ സൈന്യത്തിന് ഒട്ടും പരിചയമില്ലാതിരുന്നിട്ട് കൂടി ഇന്ത്യയിലെ പോറസ് രാജാവിൻ്റെ ആനകളുടെ സൈന്യവുമായും അലക്സാണ്ടർ ഏറ്റുമുട്ടി. രാജ്യങ്ങൾ ഓരോന്നായി കീഴ്പ്പെടുത്തിയ അലക്സാണ്ടർ തനിക്ക് മുമ്പിൽ ഇനി രാജ്യങ്ങളൊന്നുമില്ലാതെ വിജയം ആഘോഷിക്കുമ്പോഴാണ് 32ാമത്തെ വയസ്സിൽ രോഗബാധിതനായി അദ്ദേഹം മരിക്കുന്നത്. ലോകചരിത്രത്തിൻ്റെ ഗതി തന്നെ മാറ്റുന്നതായിരുന്നു അലക്സാണ്ടറുടെ മരണം. കാരണം അലക്സാണ്ടറുടെ പിൻഗാമികളായ സന്തതികളെ ജനറൽമാർ കൊന്നൊടുക്കുന്നതും ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ അധികാരം 4 ജനറൽമാർ പങ്കിട്ടെടുക്കുന്നതുമാണ് ചരിത്രത്തിൽ നാം പിന്നീട് കാണുന്നത്. എന്നാൽ അതിശയകരമായ കാര്യം ലോക ചരിത്രത്തിലെ അതിപ്രധാനമായ ഈ സംഭവം ബൈബിൾ വളരെ കൃത്യമായി പ്രവചിച്ചു എന്നതാണ്. പേർഷ്യൻ സാമ്രാജ്യത്തിന് ശേഷം വിക്രമനായ ഒരു രാജാവ് ഉദിക്കുമെന്നും അവൻ അധികാരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ വീണുപോകുമെന്നും അവന്റെ സാമ്രാജ്യം അവന്റെ സന്തതിക്ക് ലഭിക്കാതെ അന്യരായ 4 പേർക്ക് വിഭജിക്കപ്പെടും എന്നുള്ള വസ്തുത സർവശക്തനായ ഒരു ദൈവത്തിനല്ലാതെ ആർക്ക് പ്രവചിക്കാൻ സാധിക്കും? അലക്സാണ്ടർ ചക്രവർത്തിക്ക് ശേഷം ഗ്രീക്ക് സാമ്രാജ്യം ജനറൽമാരായ ടോളമി ഈജിപ്തും സെലൂക്യസ് സിറിയയും ആന്റിഗോണസ് മാസിഡോണിയയും എപ്പിറസ് ബാൽക്കൻ പ്രദേശവും പങ്കിട്ടെടുത്തതായി ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ കാലങ്ങൾക്ക് മുമ്പേ ബൈബിൾ രേഖപ്പെടുത്തിയതായ പ്രവചനം ചരിത്രത്തിൽ അക്ഷരികമായി നിറവേറ്റപ്പെടുകയാണ് ചെയ്തത്. ദാനിയേലിന് ലഭിച്ച ദർശനങ്ങളിൽ പുള്ളിപ്പുലിക്ക് 4 തലയുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതും കോലാട്ടുകൊറ്റന്റെ കൊമ്പ് തകർന്നു പോയപ്പോൾ 4 കൊമ്പ് മുളച്ചു വന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതും അലക്സാണ്ടർ ചക്രവർത്തിക്ക് ശേഷം ഗ്രീക്ക് സാമ്രാജ്യം 4ആയി വിഭജിക്കും എന്ന ചരിത്ര രഹസ്യത്തെയാണ് ബൈബിൾ വെളിപ്പെടുത്തിയത്. ലോകത്തിലെ മറ്റൊരു ഗ്രന്ഥത്തിലും ഇത്ര കൃത്യമായി ചരിത്രവും ആധുനിക സംഭവങ്ങളും രേഖപ്പെടുത്തിയിട്ടില്ല. മനുഷ്യന്റെ നന്മയ്ക്കും നിത്യജീവനും ആവശ്യമായ പരമമായ സത്യം ബൈബിൾ വചനങ്ങളിൽ ഉണ്ടെന്ന് മനുഷ്യൻ തന്റെ ആയുസ്സിൽ ഒരിക്കലെങ്കിലും തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഈ വെളിപ്പെടുത്തലുകൾ ഇത്ര കൃത്യമായി ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഭൗതിക മനുഷ്യന്റെ കാഴ്ചപ്പാടിലൂടെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ വിജയങ്ങൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കഴിവും യുദ്ധതന്ത്രവുമാണ് വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് അവകാശപ്പെടും. എന്നാൽ ഒരു ആത്മീയ മനുഷ്യന്റെ
കാഴ്ചപ്പാടിൽ ദർശിക്കുമ്പോൾ ആധിപത്യവും അധികാരവും ദൈവം അവന് കൊടുത്തു എന്ന് രേഖപ്പെടുത്തിയ തിരുവെഴുത്തിലാണ് വിശ്വസിക്കുക. സർവശക്തനായ ദൈവം ലോകചരിത്രത്തിൽ ഇടപെട്ടതിൻ്റെയും ഇടപെടുന്നതിൻ്റെയും കാരണം ദൈവപുത്രനായ യേശുവിൻ്റെ ലോകത്തിലേക്കുള്ള പ്രവേശനത്തിന് ലോകത്തെ ഒരുക്കുക എന്ന ദൈവിക ഉദ്ദേശമാണുള്ളത്. ഇന്ന് ലോകരാജ്യങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ യേശുവിൻ്റെ പുനരാഗമനത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ ഗ്രീക്ക് സാമ്രാജ്യത്തോടെ ലോകത്തിന് വന്ന മാറ്റം ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് വേണ്ടിയുള്ള മാറ്റമായിരുന്നുവെന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. യുദ്ധവും അക്രമവും കീഴടക്കലും അടിമ ജീവിതവും കൊണ്ട് വീർപ്പ് മുട്ടിയ ഒരു ജനത ഗ്രീക്ക് കാലഘട്ടത്തിലാണ് വിപ്ലവകരമായ അന്വേഷണങ്ങളിലേക്ക് തിരിയുന്നത്. സത്യാന്വേഷികളായ നിരവധി വ്യക്തികൾ ഈ കാലഘട്ടത്തിൽ ഉടലെടുത്തു. സ്വതന്ത്ര ചിന്താഗതിക്കാരും തത്വചിന്തകരും ആത്മീയ ചിന്തകരും ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നു. അവർ മനുഷ്യനെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും അന്വേഷിച്ചു. സത്യവെളിച്ചം തേടി പലരും കൊട്ടാരങ്ങളും കുടിലുകളും വിട്ടിറങ്ങി. എന്നാൽ സത്യവെളിച്ചത്തിലേക്കെത്താൻ വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് സാധിച്ചത്. യോഹന്നാൻ സുവിശേഷകൻ അത് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു. ലോകം അവൻ മുഖാന്തരം ഉളവായി. ലോകമോ അവനെ അറിഞ്ഞില്ല. ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന സത്യവെളിച്ചത്തെ മനുഷ്യൻ തിരിച്ചറിയാതെ വന്നപ്പോൾ ലോകത്തിന് പ്രാപ്യമാകും വിധം മനുഷ്യനായി വെളിപ്പെടുവാൻ ദൈവം ലോകത്തെ സ്നേഹിച്ചു. മനുഷ്യനിൽ അന്തർലീനമായി കിടന്നിരുന്ന സത്യവെളിച്ചത്തെ ലോകത്തിന് പരിചയപ്പെടുത്താൻ ലോകത്തെ ഒരുക്കുന്ന ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു ഈ സത്യാന്വേഷകരുടെ ആവിർഭാവവും ലോക സാമ്രാജ്യങ്ങളിൽ വന്ന മാറ്റവും. ഗ്രീക്ക് സാമ്രാജ്യം തകർന്നടിഞ്ഞപ്പോൾ ലോക ചരിത്രത്തിലേക്ക് റോമ സാമ്രാജ്യം എന്ന പുതിയൊരു സാമ്രാജ്യം ഉദയം ചെയ്തു. അതോടൊപ്പം ചരിത്രത്തെ തന്നെ BC എന്നും AD എന്നും രണ്ടായി വിഭാഗിച്ചുകൊണ്ട് ദൈവപുത്രനായ യേശുക്രിസ്തു ലോക ചരിത്രത്തിലേക്ക് ഇറങ്ങി വരുന്ന അത്ഭുതകരമായ കാഴ്ചയും കാണാൻ കഴിയും. ചരിത്രത്തിലെ മറ്റൊരു ബൈബിൾ രഹസ്യവുമായി നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.